ഇല്ലാട്ടില്ല. നിവിൻ പോളിന്റെ പീഡന പരാതി, നിവിൻ പോളി പീഡിപ്പിച്ചൊന്ന് പീഡന പരാതി ഇല്ലട വ്യാജമാണെന്ന് തെളിയിക്കുകയാണ് ഇല്ലട എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, അങ്ങനെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞു നിവിൻ പോളി കുറ്റം ആരോപിച്ചിട്ടുള്ളൂ, ഇല്ലാതെ കുറ്റം നിവിൻ പോളിയുടെ വരെ കുറ്റം ആരോപിച്ചിട്ടുള്ളൂ, അല്ലാതെ ഒരു എന്താണ് കുറ്റം ചെയ്തിട്ടില്ല ഇല്ലാട്ടല്ലോ, ഒരു ആരോപണം മാത്രം വന്നിട്ടുള്ളൂ. അപ്പൊ ഇതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിവിൻ പോളിയുടെ ഫ്രണ്ട് ഉറ്റ നൻപൻ പങ്കാളെന്നൊക്കെ പറഞ്ഞില്ല വിനീത് ശ്രീനിവാസൻ പുറത്തു വന്നിരിക്കുകയാണ്, രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിവിൻ പോളി അന്ന് ഇവിടെ ഈ ഷൂട്ടിന്റെ സമയത്ത് അവിടെ ദുബായിലായിരുന്നില്ല, ഇവിടെ ആയിരുന്നു, ഹോട്ടൽ മുറിയിലുണ്ട് എൻ്റെ കൂടെ എന്ന് വിനീത് ശ്രീനിവാസൻ പറഞ്ഞിരിക്കുകയാണ് ഇല്ലടല്ലേ. ഈ വർഷങ്ങൾക്ക് ശേഷം ഷൂട്ട് ഉണ്ടാകുന്ന സമയത്ത് നിവിൻ പോളി ഇവിടെ ഉണ്ട്. ആ ഒരു ഇതുമായിട്ട് മാത്രം നമ്മുടെ വെളിപ്പെടുത്തലായിട്ട് നമ്മുടെ വിനീത് ശ്രീനിവാസൻ വന്നിരിക്കുകയാണ് ഇല്ലാട്ടല്ലേ. ഇപ്പൊ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി എന്നൊരു സാധനം ഭയങ്കര ട്രെൻഡിങ് ആണ്, മനസ്സിലായില്ലേ. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കേസ് കൊടുക്കുന്നു, ഞാൻ കേസ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ കൊടുക്കുന്നുണ്ട്. ചിലരത് അനുഭവം ഉണ്ടില്ല, ചിലർക്ക് അനുഭവം ഉണ്ട്, ചിലർക്ക് അനുഭവം ഒന്നുമില്ല. എന്താ വെച്ചാൽ ചിലർ ഫേമസ് ആവാൻ വേണ്ടി കൊടുക്കുന്നു, ചിലർ പൈസ കിട്ടാൻ വേണ്ടി കൊടുക്കുന്നു, അങ്ങനെ കുറെ ആവശ്യങ്ങളാണ് ഓരോരുത്തർക്ക്, മനസ്സിലായില്ലേ. അങ്ങനെ കുറെ പേര് ചെയ്യുന്നുണ്ടില്ല, അത് കൂട്ടത്തെ ചെയ്തതാണോന്ന് അറിയില്ല. പക്ഷെ അവർ ആദ്യം പറയുന്നുണ്ടായിരുന്നു എന്ത് വെച്ചാൽ എന്നെ പീഡിപ്പിച്ചു, ഹോട്ടൽ മുറിയിൽ വിളിച്ച് വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെ. ഞാൻ പറഞ്ഞു യൂത്ത് ഐക്കണിൽ നിൽക്കുന്നതൊക്കെയാണ് നിവിൻ പോളിയൊക്കെ. പക്ഷെ നിവിൻ പോളിയിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും നമ്മൾ വന്ന് പ്രതീക്ഷിച്ചില്ല ആ ഒരു ന്യൂസ് വന്നപ്പോൾ. ബട്ട് അത് ഫേക്ക് ആണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് ഇല്ലടല്ലേ. അപ്പൊ നമുക്ക് വിനീത് ശ്രീനിവാസന്റെ ഒരു ഓഡിയോ കേൾക്കാം, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. 14-ാം തീയതി രാവിലെ തൊട്ടാണ് നമ്മൾ നിവിൻ്റെ പോർഷൻസ് ഷൂട്ട് ചെയ്യുന്നത്. രാവിലെ നമ്മൾ എല്ലാ ദിവസവും അസംബിൾ ചെയ്യുന്ന പോലെ ഒരു 7-7:15 അസംബിൾ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഒരു 8 o'clock 8:30 ആ സമയത്താണ് നിവിൻ്റെ പോർഷൻ, ഒരു തിയേറ്ററിൻ്റെ അകത്തുള്ള പോർഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് ന്യൂക്ലിയസ് മോളിൽ. അപ്പോൾ അത് കഴിഞ്ഞ് ഔട്ട്ഡോർ പോർഷൻ നമുക്കൊരു ഇനോഗ്രേഷൻ്റെ ഒരു ചെറിയൊരു സാധനമല്ല, അതൊരു വലിയ സീക്വൻസ് ആണ്, അത് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അന്ന് 100-300 ജൂനിയർ ആർട്ടിസ്റ്റും ഉണ്ടായിരുന്നു. നമുക്കൊരു ലെങ്തി ആയിട്ടുള്ളൊരു ഷൂട്ടായിരുന്നു. അത് ഉച്ച കഴിഞ്ഞൊരു 3 മണി അടുപ്പിച്ച് വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ക്രൗൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്കവിടെ ഒരു ഡേ സീൻ തീർക്കാനുണ്ടായിരുന്നു. എന്നിട്ട് ക്രൗൺ പ്ലാസയിൽ തന്നെ അവിടെയുള്ളൊരു നൈറ്റ് സീനും തീർത്ത് പിന്നെ നിവിൻ്റെ ഈ എന്താ പറയുക ഫസ്റ്റ് ഇൻട്രോ പോർഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടുത്തെ റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു 15-ാം തീയതി വെളുപ്പിന് ഒരു 2:30 മണി അടുപ്പിച്ച് വരെ ഷൂട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് ഒക്കെ കഴിഞ്ഞിട്ടാണ് നിവിൻ അവിടുന്ന് പോകുന്നത്. അപ്പോൾ 14th രാവിലെ തൊട്ട് 15th ഒരു ഏർലി മോർണിംഗ് വരെ നിവിൻ നമ്മുടെ കൂടെയായിരുന്നു, നമ്മുടെ സെറ്റിലായിരുന്നു. അപ്പോൾ അത് ഈസിലി പ്രൂവ് ചെയ്യാനും പറ്റും, ഇത്രയും പേര് പങ്കെടുത്ത ഷൂട്ടാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരുപാട് തെളിവുകൾ ഈ ഫോട്ടോസുമായിട്ട്, ഇപ്പോൾ ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഇമേജ് ഫോം ചെയ്തതിൻ്റെ ഡേറ്റ്, പിന്നെ ഹോട്ടലിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന CCTV ഫുട്ടേജ്, അങ്ങനെ അവർക്ക് ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് തെളിവ് വേണമെങ്കിലും അവർക്ക് കിട്ടാവുന്ന സ്ഥലങ്ങളിൽ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതൊട്ടും ഡിഫിക്കൽട്ട് ആയിരിക്കില്ല. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്ന ഒരു ഷൂട്ടാണ്. അപ്പോൾ നിവിനെതിരെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഈസിലി പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഇവിടെ വിനീത് ശ്രീനിവാസൻ പറയുന്നത്. എന്താ വെച്ചാൽ ഈസിയായി പ്രൂവ് ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ അന്ന് ആ സെറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഉണ്ടായ എത്രയോ ആൾക്കാർ പങ്കെടുത്തല്ലേ, അവരെന്നെ ഉണ്ടല്ലോ വീടല്ലേ. അല്ലാതെ ഇപ്പോൾ ഒരു സ്ത്രീ വന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് അയ്യോ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് സത്യമാവണമെന്നില്ലല്ലോ. ഞാൻ അന്നും പറഞ്ഞു ഇത് സത്യമാണോന്ന് അറിയില്ല, ഒരു കുറ്റം ആരോപിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വ്യക്തമായ തെളിവുണ്ടെങ്കിൽ നമുക്ക് സത്യം കുറ്റമാണെന്ന് തെളിയിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ള കുറച്ച് നടന്മാരൊക്കെ ദേശീയ തെളിവ് കാര്യങ്ങളൊക്കെ കിട്ടി, ഹോട്ടൽ മുറിയിൽ താമസിച്ച തെളിവ് കിട്ടി അവർ രണ്ടുപേരുടെയും. അപ്പൊ ഇതങ്ങനെയല്ല. എന്താ ചോദിച്ചാൽ ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ ഉറപ്പിച്ച് പറയുന്നുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു, ഈ ഷൂട്ടിംഗ് സെറ്റിൽ ഉണ്ടായിരുന്നു, ഞങ്ങൾ അന്ന് ആ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ നോർമലി ഒരു ഫോണിൽ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു ഫോട്ടോ ഫോം ചെയ്യുമ്പോൾ ആ ഡേറ്റ് കാര്യങ്ങളോ ടൈമൊക്കെ ഉണ്ടാവും, മനസ്സിലായില്ല. അതുകൊണ്ട് അന്ന് നമുക്ക് അതൊരു തെളിവാണ്. പിന്നെ അത്രയും പേരുള്ള ഒരു ഷൂട്ടിംഗ് സെറ്റാണ്. അപ്പൊ അവർക്കൊക്കെ പിന്നെ അവരെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അപ്പൊ അവർക്കും ബാക്കി പറയാമല്ലോ ഇല്ലാട്ടല്ലേ. അതുകൊണ്ട് ഫേക്കാണ് ഇല്ലാട്ടല്ല, അത് ഫേക്ക്. നമ്മുടെ ജയിലറിൽ നമ്മുടെ വിനായകൻ പറഞ്ഞാൽ അത് ഫേക്ക്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു ട്രെൻഡായി മാറി. ഇപ്പോൾ ഹേമ കമ്മിറ്റിയിൽ എല്ലാവരും റിപ്പോർട്ട് കൊടുക്കുന്നു, ഞാനും കൊടുക്കാം എന്നൊരു മൈൻഡ് സെറ്റിൽ കുറേ ആൾക്കാർ കൊടുക്കുന്നുണ്ട്. കുറേ ആൾക്കാർ പൈസ അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഫേമസിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇല്ലടല്ലേ. എന്തൊക്കെയോ ചെയ്തിട്ട് പോട്ടെ, അതേ പറയാനുള്ളൂ. എല്ലാവരും ഇപ്പം എന്താ പറയുക, കിട്ടേണ്ടവർക്ക് കിട്ടട്ടെ, പൈസ കിട്ടുന്നവർക്ക് പൈസ ഉണ്ടാകട്ടെ, ഇല്ലാത്തവർക്ക് കുറ്റം കിട്ടുന്നവർക്ക് കിട്ടും, അല്ലാതെ അവർ ശരിക്കും പണിപ്പാളുന്നവർക്ക് പണിപ്പാളും, അതേ പറയാനുള്ളൂ. പിന്നെ നിവിൻ പോളിന്റെ കേസ് ഫേക്ക് തന്നെയാണ് ഇല്ലടല്ലേ, അത് നമുക്ക് പറയാം. എന്ന് വിനീത് ശ്രീനിവാസനൊക്കെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പൊ നമുക്കിനിയിപ്പോ മറ്റുള്ളവർ ഇനിയിപ്പോ ആ കുറ്റം ആരോപണം ചുമർത്തിയില്ലേ ആ ഒരു സ്ത്രീ, ആ യുവതി എന്ത് പറയുന്നത് നോക്കാനില്ലടാ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഓക്കെ, ഇതൊരു ട്രെൻഡാണ് ഇല്ലടാ. ഹേമ കമ്മിറ്റി എന്നൊരു സാധനം ട്രെൻഡാണ്, മനസ്സിലാക്കുക കേട്ടല്ലോ.